എൻ്റെ പേര് ഹരികുമാർ എന്നാണ്. പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പോൾ 50 ഇയേഴ്സ് ആണ് ആയത്. എൻ്റെ വൈഫ് ഇവിടെ ഒരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. 2 പെൺകുട്ടികളാണ്. മൂത്തയാൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ MBBS ഫൈനൽ ഇയർ ആണ്. രണ്ടാമത്തെ ആൾ പത്തനംതിട്ട മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിൽ MBBS സെക്കൻഡ് ഇയർ ആണ്. പിന്നെ എൻ്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ BSc ഫിസിക്സ് കഴിഞ്ഞിട്ട് MBA HR ആണ്. അതിനുശേഷം PGDPC പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈക്കോളജി ആൻഡ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് കേരള യൂണിവേഴ്സിറ്റി അണ്ടറിൽ ജയിച്ചു. അത് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. വാട്ട് യു ആർ കറൻ്റ്ലി ഡൂയിങ്? ഞാനിപ്പോൾ ഇൻഫോ പാർക്കിൽ ക്രിയേറ്റീവ് ബ്രാൻഡിങ്ങിലാണ്. ഞാനിപ്പോൾ കൺസൾട്ടൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്ട് മോട്ടിവേറ്റഡ് യു ടു സ്റ്റാർട്ട് UG ഓർ PG? അതായത് ഞാനിപ്പോൾ എനിക്ക് സൈക്കോളജിയിൽ ഒരു സ്വന്തമായിട്ട് ഒരു കൗൺസിലിംഗ് പോലെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നേരത്തെ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിൽ ഒരു MA സൈക്കോളജി ഡിഗ്രിയും കൂടെ എടുക്കണമെന്നുള്ളൊരു രീതിയിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. ലേൺ വൈസ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറച്ച് പ്രോജക്ട്സ് ഞാൻ ഈ ചേർന്ന സമയത്ത് എനിക്ക് പ്രോജക്ട്സ് ഇല്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം കമ്പനിയിൽ നിന്ന് കുറച്ച് ഡെഡ് ലൈൻസും ഇതൊക്കെ തന്നത് ജസ്റ്റ് ഫിനിഷ് ആയതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് കഴിഞ്ഞ ഒരു വർഷം പഠിക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എക്സാംസ് ഒന്നും എഴുതുന്നില്ലാത്തത്. പക്ഷേ ആ ലേൺ വൈസിൻ്റെ അത് എനിക്ക് വളരെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ലേൺ വൈസിൻ്റെ സർവീസൊക്കെ വളരെ നല്ലതാണ്, പക്ഷേ എനിക്കത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ജൂണിൽ ഞാൻ എക്സാം എഴുതുന്നുണ്ട്. ആ സമയത്ത് അത് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. യുവർ കരിയർ ആൻഡ് ലൈഫ് ഗോൾസ് ആൻഡ് ആസ്പിറേഷൻസ്. ആക്ച്വലി ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു കുട്ടികളുടെ കൗൺസിലിങ്ങിൽ അവരുടെ കരിയർ മാനേജ്മെൻറ്റ് അതിൽ 1-2 സർട്ടിഫിക്കറ്റ് കോഴ്സ് ഞാൻ പാസ്സായിട്ടുണ്ട്. കരിയർ മാനേജ്മെൻറ്റ് പ്രാക്ടീഷണർ എന്നുള്ള രീതിയിൽ. അപ്പം അതിലും ഒരു ടീനേജ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ ഒരു കരിയർ പാത്ത് സെറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഇത് കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ജോബിൽ നിന്ന് നമ്മൾ ഫുള്ളായിട്ട് റിലീവ് ചെയ്യുന്ന സമയത്ത് ആ രീതിയിലുള്ള ഒരു താല്പര്യമുണ്ട്. പിന്നെ എൻ്റെ 2 കുട്ടികളെ ഞാൻ തന്നെ ട്രെയിൻ ചെയ്തത്. അപ്പോൾ അവർക്ക് അവരെ പഠിപ്പിക്കാനും അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഈ ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് അഡ്മിഷൻ എത്തിക്കാനും ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു 3-4 വർഷത്തേക്ക്. അപ്പോൾ അവർക്കും ഒരുപാട് സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സംസാരിച്ച് എല്ലാ ദിവസവും അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് താല്പര്യമുള്ള ഫീൽഡിൽ തന്നെ അവരെ എത്തിക്കാൻ കഴിഞ്ഞുകൊണ്ട് തന്നെ എനിക്കത് മറ്റു കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കോഴ്സും കൂടെ സെലക്ട് ചെയ്തത്. പിന്നെ ഞാൻ ആക്ച്വലി ഒരു റൈറ്റർ, ഒരു ഫിലിമിലൊക്കെ പാട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഒരു കരിയറിലേക്കും ഞാൻ ഈ ജോബ് നിർത്തുന്ന സമയത്തേക്ക് പോകണമെന്ന് താല്പര്യമുണ്ട്. അപ്പം അങ്ങനെ 2-3 പ്ലാൻ ബീസുമായിട്ട് നിൽക്കുന്നു. താങ്ക് യു.